അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന രാജ്യം പൂർണ്ണമായും തകർന്നു വീഴും. ലോകം കേവലം ഒരു പ്രവചനമായിട്ടല്ല ഇതിനെ കാണുന്നത്, മറിച്ച് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന അതീവ ഗുരുതരമായ ഒരു മുന്നറിയിപ്പായിട്ടാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ അതിന്റെ നിർണായകമായ 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. യുദ്ധത്തിന്റെ കനലുകൾ ഇപ്പോൾ വെറും ഒരു അതിർത്തിയിൽ ഒതുങ്ങുന്നില്ല, അത് ഗൾഫ് നാടുകളിലേക്കും ആകെ പടർന്നു കഴിഞ്ഞു. തകർക്കാനാവാത്തതെന്ന് ഇസ്രായേൽ കാലങ്ങളായി അഹങ്കരിച്ചിരുന്ന ആ പ്രതിരോധത്തിന്റെ വൻ മതിലുകൾ ഓരോന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് ലോകമെന്ന് ശ്വാസമടക്കി പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയിരുന്ന അയൺ ഡോം എന്ന ആകാശ കവചം ഇന്ന് ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ വെറും കളിപ്പാട്ടമായി മാറിയിരിക്കുന്നു. ഇതിനു പിന്നിൽ ഇറാൻ പയറ്റുന്ന ആ വിനാശകരമായ തന്ത്രത്തിന്റെ പേരാണ് സൈജിൽ. പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് ഡാൻസിംഗ് മിസൈൽ എന്നാണ്. സാധാരണ മിസൈലുകളെ പോലെയല്ല ഇവയുടെ പ്രവർത്തനം. ആകാശത്ത് വെച്ച് അപ്രതീക്ഷിതമായി ദിശ മാറ്റി പായുന്ന സൈജിലിനെ തടയാൻ ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച് വെറും 7 മിനിറ്റിനുള്ളിൽ ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് മരണം വിതയ്ക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ആന്റി റഡാർ കോട്ടിംഗ് കൂടി ഇതിൽ ചേരുന്നതോടെ ഇസ്രായേലിന്റെ ആകാശ സുരക്ഷ ഇന്ന് വെറും കടലാസ് കോട്ടയായി മാറിയിരിക്കുകയാണ്. യുദ്ധക്കളത്തിലെ ഈ നാടകീയമായ മാറ്റങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും ഭയപ്പെടുത്തുന്നതാണ്. ഇറാന്റെ പിന്നിൽ റഷ്യയും ചൈനയും പരസ്യമായി അണിനിരന്നിരിക്കുന്നു എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ വെളിപ്പെടുത്തൽ ഒരാഗോള സ്ഫോടനത്തിന് തുല്യമാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ ലോക സഖ്യം ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുന്നു. തങ്ങളുടെ ഊർജ കേന്ദ്രങ്ങളെ തൊട്ടാൽ മേഖലയിലുള്ള അമേരിക്കൻ ആസ്തികൾ ഒന്നടങ്കം ചാമ്പലാക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയല്ലെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ലോകത്തിന്റെ ഇന്ധനസിരയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചു പൂട്ടാനുള്ള ഇറാന്റെ നീക്കം അമേരിക്കയെ സാമ്പത്തികമായി പാപ്പരാക്കാൻ പോകുന്നതാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതോടെ അമേരിക്കയുടെ വൻ ശക്തി എന്ന പദവി തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടമാണ്. രാജ്യം ഇന്ന് ഒരു വലിയ ആഴക്കടലിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് ഇസ്രായേലി നിരീക്ഷകർ തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ഇറാൻ, ഹിസ്ബുള്ള, സിറിയ, ഗാസ എന്നിങ്ങനെ 4 ഭാഗത്തു നിന്നും ഒരേ സമയം ആഞ്ഞടിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ സൈനിക ശേഷിക്ക് കഴിയില്ല. പ്രമുഖ ഇസ്രായേലി രാഷ്ട്രീയ നിരീക്ഷകൻ അലോൺ മിസ്രാഹിയുടെ മുന്നറിയിപ്പ് അവിടുത്തെ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിട്ടുണ്ട്. മിസൈലുകളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ പോലും ഇസ്രായേലിന്റെ പക്കൽ ഇപ്പോൾ വേണ്ടത്ര അവശേഷിക്കുന്നില്ല എന്നതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. യുദ്ധം ദീർഘിക്കുന്നത് ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. സൈനികരുടെ മാനസിക സമ്മർദ്ദവും ജനങ്ങളുടെ അമർഷവും ആഭ്യന്തര കലാപത്തിന്റെ വക്കിലേക്കാണ് ആ രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്. ആകാശത്ത് ഇറാന്റെ ഡാൻസിംഗ് മിസൈലുകൾ തീമഴ പെയ്യിക്കുമ്പോൾ കരയിൽ റഷ്യയും ചൈനയും ചേർന്ന് ഇറാന് നൽകുന്ന കരുത്ത് അമേരിക്കയെ നിസ്സഹായരാക്കുന്നു. ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിനാണ്. ഇസ്രായേലിന്റെ വീഴ്ചയും അമേരിക്കയുടെ ആധിപത്യത്തിന്റെ അന്ത്യവുമാണ് ഈ 3-ാം ആഴ്ചയിലെ യുദ്ധഭൂമിയിൽ നിന്ന് തെളിയുന്നത്. പശ്ചിമേഷ്യയുടെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമെന്ന ഈ നിമിഷങ്ങളിൽ ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ യുദ്ധം ലോക ഭൂപടത്തെ എങ്ങനെ മാറ്റി വരയ്ക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.